ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്നത്തെ മാച്ച് മോനെ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു കറക്റ്റ് സിനിമ, അങ്ങനത്തെ ത്രില്ലിങ്സ് ആണ്. കാരണം ആദ്യം ഒരു ടീം ഇത്ര റൺ എടുക്കുന്നു, 157 എടുക്കുന്നു, അത് ചേസ് ചെയ്തിട്ട് അഗൈൻ 157 ഔട്ട് ആവുന്നു, അത് കഴിഞ്ഞൊരു സൂപ്പർ ഓവർ ടൈ ആവുന്നു, അത് കഴിഞ്ഞ് പിന്നെയും സൂപ്പർ ഓവർ. എന്റെ മോനെ കുറെ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പടം പോലത്തെ ഒരു മാച്ച് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട നമ്മുടെ റഹ്മാനുള്ള ഗുർബസിന്റെ മോനെ 84 റൺസ്, എനിക്കൊന്ന് 42 ബോൾ അങ്ങനെ എന്തോ. ഓഫ്, ഒരടിയോടെ അടിയായിരുന്നു. ആൻഡ് ആ ഒരു സൂപ്പർ ഓവർ തുടങ്ങിയപ്പോൾ തൊട്ട് ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ മാച്ച് ഒന്നല്ല ഇന്നത്തെ, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടുള്ളൊരു ആ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ, പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ശരിക്കും ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്നൊരു പടം കാണുന്നൊരു ഫീൽ. അങ്ങനെ ട്വിസ്റ്റ് ഇടക്കിടയ്ക്ക് സൂപ്പർ ഓവർ വരുന്ന സമയത്ത് പൊതുവെ അവരുടെയൊക്കെ ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഇന്നും ഒന്ന് രണ്ട് സ്ഥലത്ത് സംഭവിച്ചു. അതൊക്കെ തന്നെയാണ് മാച്ചിന്റെ റിസൾട്ട് ഇങ്ങനെ ആവാനുള്ള കാരണം മെയിനായിട്ട്. കാരണം മാച്ച് കണ്ടാൽ അറിയാം അതിൻ്റെ അകത്ത് അവർ ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടീമും. പക്ഷെ എടുത്തു പറയേണ്ട അഫ്ഗാനിസ്ഥാനാണ്. കാരണം സൂപ്പർ ഓവർ മാച്ചിൻ്റെ അകത്ത് രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ അഫ്ഗാനിസ്ഥാൻ തോറ്റെങ്കിലും ശരിക്ക് അവര് ഒരു ജയിച്ചതിന് തുല്യമായിട്ടായിരുന്നുള്ള ഒരു കളിയായിരുന്നു കേട്ടോ. കാരണം നമുക്കറിയാലോ, സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു വലിയ ടീമാണ്, ഗംഭീരമായിട്ട് കളിക്കുന്ന ടീമാണ്. ആൻഡ് അതിന്റെ കൂടെ നമ്മൾ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ഏഷ്യയിലെ തന്നെ അത്യാവശ്യം നല്ലൊരു ടീമാണ്. പക്ഷെ അവർ ആ ഒരു നല്ല ടീമാണെന്ന് അവർ കാണിച്ചു തന്നൊരു മാച്ച് ആയിരുന്നു ഇന്നത്തെ. എടുത്തു പറയേണ്ട സെക്കൻഡ് സൂപ്പർ ഓവറാണ്. ഫസ്റ്റ് സൂപ്പർ ഓവർ അവിടെ മാറ്റി വെച്ചേക്കാം. കാരണം ഫസ്റ്റ് സൂപ്പർ ഓവറിൽ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞല്ലോ. അതില് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രില്ലില്ല. അപ്പോൾ അത് എഗെയിൻ ടൈ ആയപ്പം ത്രില്ല് വരുന്ന സെക്കൻഡ് സൂപ്പർ ഓവർ കാണാൻ വേണ്ടി. ഫസ്റ്റ് സൂപ്പർ ഓവറിൽ സ്റ്റെപ്സ് ഓൾറെഡി അടിച്ചു തുടങ്ങിയെടുത്തുനിന്നാണ് സെക്കൻഡ് സൂപ്പർ ഓവറിലോട്ട് ഏകദേശം ആള് ഫസ്റ്റ് തന്നെ ബാറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു ബോളിൽ എന്തോ ഫസ്റ്റത്തെ സൂപ്പർ ഓവറിലും ലാസ്റ്റ് ഒരു ബോളിൽ എനിക്ക് തോന്നുന്നു 7 റണ്ണാറ്റ വേണമായിരുന്നു. അപ്പൊ ലാസ്റ്റ് ബോളിൽ 6 അടിച്ച ആൾ ഓൾറെഡി ഒരു മൊമെന്റത്തിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നത്തെ സൂപ്പർ ഓവറിൽ തുടങ്ങിയപ്പോൾ തൊട്ട് അടിയായിരുന്നു. ആൻഡ് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് മില്ലർ ആണുള്ളത്. രണ്ടുപേരും കൂടി ഏകദേശം 23 റൺസ് എടുത്തിട്ട് അത് സംഭവമാക്കി കളഞ്ഞു. അവിടെ സെക്കൻഡ് സൂപ്പർ ഓവറിൽ ഫസ്റ്റ് അവർ ഇറക്കിയ ഒരു കോമ്പിനേഷൻ അത്ര ശരിയായില്ല. ചിലപ്പോൾ അതൊരു കാരണമാണ്. കാരണം ആദ്യം സ്കോർ അങ്ങനെ പോയില്ല. രണ്ട് ബോളായിട്ടും ഏകദേശം പോയി. ഫസ്റ്റ് ബോളിൽ കിട്ടിയില്ല, രണ്ടാമത്തെ ബോളിൽ ഔട്ടുമായി. അപ്പോഴാണ് നമ്മളെ ദ റിയൽ എൻട്രി വരുന്നത്, നമ്മളെ ഗുർബാസ് വന്നിട്ട് എൻ്റെ മോനെ ആ ഒരു 3 ബോളിൽ 3 സിക്സ്, നല്ല കിണ്ണം കാച്ചി അല്ലെങ്കിൽ വില പറഞ്ഞിട്ടുള്ള പോലത്തെ ഗംഭീര 3 സിക്സ്, അതും കേശവ മഹാരാജിന് 3 സിക്സ് അടിച്ചിട്ട് ശരിക്ക് നമ്മൾക്ക് കാണുന്ന സമയത്ത് ആ ഒരു ആങ്സൈറ്റി കയറി വരുമല്ലോ, ആ ഒരു ഫീൽ ഗംഭീരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കയറ്റത്തിന്റെ ഇടയിൽ ശരിക്ക് അടുത്ത ബോളിൽ വൈഡ് ഓഫ് സ്റ്റമ്പിൽ ഒരു ബോൾ വന്നിട്ട് ആൾ ഏകദേശം അത് വൈഡായി മാറിയപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു അവിടെ ഒരു മൊമെന്റം ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഒരു ബോൾ നമ്മുടെ മിസ്സാവുന്ന സമയത്ത്, പ്രത്യേകിച്ച് അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ഒരു ബോളിൽ ഇനി ജയിക്കാൻ 6 റൺ മതി എന്നുള്ളൊരു മൊമെന്റിൽ ഒരു വൈഡ് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മൊമെന്റ് ബ്രേക്ക് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതാണ് ലാസ്റ്റ്